وحي أرسله ربه رحمة للعالمين وحجة على العباد أجمعين فهدى الله تعالى به من الضلالة وبصر به من الجهالة وكثر به بعد القلة وعنى به بعد الغيلة صلى الله عليه وسلم وبارك عليه وعلى آله الطيبين وأصحابه الضد الميامين ما اتصلت عين بنظر ووعت أذن بخبر وسلم تسليما كثيرا أما بعد فإن خير أصدق الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ. എന്നോടെന്ന പോലെ ഓരോരുത്തരെയും അതായിരിക്കുന്ന ഗൗരവത്തിൽ നോക്കുകയാണ് വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ നന്നാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ സൂറത്തുൽ അംബിയയിലെ പഠന ക്ലാസുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് ഈ ഒരു പ്രയത്നത്തിനുള്ള പ്രതിഫലം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സൂറത്തുൽ അംബിയയിലെ 81-82 വചനങ്ങളാണ് പഠിക്കുന്നത്. അതിനു മുൻപ് ഒരു ഹദീസ് ഇങ്ങനെ ഗ്രൂപ്പിലെ ഹദീസ് ഇട്ടിരുന്നു. എല്ലാവരും അത് വായിച്ചിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അർത്ഥവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഗ്രൂപ്പ് ഇല്ലാതായിരുന്നല്ലോ പറയാൻ. ഗ്രൂപ്പ് ഇട്ടാൽ നമ്മളെല്ലാവരും വായിക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ ഇൻഷാല്ലാഹ് എന്തായാലും ഒന്ന് വായിക്കാം. അതിന്റെ ചെറിയൊരു വിശദീകരണം പറഞ്ഞ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 780-ാമത്തെ ഹദീസാണ്. അതില് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال لا تجعلوا بيوتكم مقابر لا تجعلوا بيوتكم مقابر. നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് അറിയില്ല. എൻ്റെ ഒരു എഴുത്ത് ക്ലിയർ ആയിട്ടുണ്ടോന്ന് അറിയില്ല. നിങ്ങൾ വായിക്കാം. لا تجعلوا بيوتكم لا تجعلوا تقيل لا تجعلوا بيوتكم مقابر. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്കരുത്. നിങ്ങൾ ആക്കരുത്. ബൈത്ത് എന്ന് പറയുമ്പോൾ വീട്, ബുയൂത്തക്കും നിങ്ങളുടെ വീട്. നിങ്ങളുടെ വീടുകൾ ആക്കി തീർക്കരുത്. മഖാബിറ ശ്മശാനമാക്കി തീർക്കരുത്. നിങ്ങൾ ആരും നിങ്ങളുടെ വീട് ശ്മശാനമാക്കരുത്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദി തുഖറഅ ഫീഹി സൂറത്തുൽ ബഖറ. തീർച്ചയായും പിശാച് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിശാച് അകന്നു പോകുന്നതാണ്. എങ്ങനെ? അല്ലദീ അത് തുഖറഅ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന്
പിശാച് അകന്നു പോകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട് ഒരു ശ്മശാനമാക്കി മാറ്റരുത് എന്നാണ് ഒരു വലിയൊരു അജണ്ടയായിട്ട് നമുക്കത് മാറ്റാം. നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയവും പ്രഭാത സമയമൊക്കെ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. അതിൽ സൂറത്തുൽ ബഖറ നമ്മൾ പാരായണം ചെയ്യാൻ പ്രവാചകൻ പ്രത്യേകം ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു. ആ ബഖറ പാരായണം ചെയ്താൽ നമ്മൾ വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകുന്നതാണ്, പിശാച് വീട്ടിൽ നിന്നുണ്ടാകുന്നത്. എപ്പോഴും വീട്ടിനകത്താണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്താണ്? അവിടെ ഒരു സമാധാനത്തിന്റെ ഒരു കേന്ദ്രം ഉണ്ടാവാറുണ്ട്, നല്ലൊരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവണമെന്നാണ്. ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടായെങ്കിൽ അവിടെ പിശാചിന്റെ ഒരു ശല്യം ഉണ്ടാക്കാൻ വേണ്ടി പറയും. പിശാച് പലപ്പോഴും പല രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പോ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. ഏതൊരു പ്രശ്നത്തിന്റെയും ഒരു ദാതാവ്, അതിന്റെ ഒരു അടിസ്ഥാനം എന്നൊരു പിശാചം. പരസ്പര സുഹൃത്തുക്കൾ തമ്മിലുള്ള പിണക്കാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കാകട്ടെ, ഉമ്മയും വാപ്പയും തമ്മിലുള്ള പ്രശ്നമാകട്ടെ, മക്കളും ഉമ്മയും വാപ്പയും എന്തായാലും അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ്. പിശാച് മനുഷ്യന്റെ മനസ്സുകളിൽ വസ്വാസം ഉണ്ടാക്കിയിട്ടാണ്. പിശാച് മനുഷ്യന്റെ മനസ്സുകളിൽ ദുർമന്ത്രം നടത്തിയിട്ടാണ് നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസാരവും നോട്ടവും നമ്മുടെ പ്രവർത്തനവും ഒക്കെ പിശാചാണ് അതിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിശാചിനെ നമുക്ക് തടയിടാൻ വേണ്ടി പറ്റില്ല. ശൈത്താനപ്പം അനുഭവം പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ആ ശത്രുവിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണും. ആ ശത്രുവിനെ നിങ്ങൾക്ക് ഓടിക്കാനുള്ള മനസ്സിനൊക്കെ ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഴികളെല്ലാം നമ്മൾ സ്വീകരിക്കണം. സന്ധ്യാസമയമാകുമ്പോൾ ബിസ്മില്ലാ പറഞ്ഞ് ജനലുകളൊക്കെ അടയ്ക്കണം, ഡോർ അടയ്ക്കണം. പിശാച് വീട്ടിലേക്ക് കയറാതിരിക്കാനുള്ള വഴികളാണ് റസൂൽ പറഞ്ഞത്. പണ്ട് നമ്മൾ പഠിച്ചിരുന്നത് പഴയ കാലത്ത് നമ്മൾ സന്ധ്യാകുമ്പോൾ തുറന്നിടുന്നതാണ്. തുറന്നിട്ടാൽ ബാങ്കിന്റെ ശബ്ദം വീട്ടിനകത്ത് കയറുമ്പോൾ പിശാച് വരുമെന്നാണ് നമ്മൾ റസൂൽ പഠിപ്പിച്ച ഹദീസ്. സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ അടയ്ക്കണമെന്ന്. അത് അടച്ചു കഴിഞ്ഞാൽ പിശാചിന്റെ ശല്യം ഉണ്ടാകുന്നതാണ്. അപ്പൊ അതുപോലെ പിശാചിന്റെ ഒരു ശല്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. ഈ മൈക്ക് ഒഴിവാക്കിയാലോ? കേൾക്കൂലേ? സ്വച്ഛത്തിന് വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വീട്ടിൽ സൂറത്തുൽ ബഖറ നമ്മൾ പാരായണം ചെയ്യണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചത്. ഹദീസ് ഒന്നുകൂടെ വായിക്കാം. ലാ തജ്അലൂ ബുയൂതക്കും, പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ വീടുകൾ മഖാബിറാക്കരുത്, ശ്മശാനങ്ങളാക്കരുത്. ഇന്ന ശൈത്താന, തീർച്ചയായും ശൈത്താൻ, യംഫിറു മിനൽ ബൈത്ത്, വീട്ടിൽ നിന്ന് പോകുന്നതാണ്, അകന്നു പോകുന്നതാണ്. അല്ലദീ തുഖറഅ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പിശാച് പോകുന്നതായിരിക്കും. ശരി, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. എന്തെങ്കിലും സംശയമായ ഹദീസിൽ നമുക്ക് ആയത്തിലേക്ക് പോവാം. ആയത്തൊന്ന് പാരായണം ചെയ്യാം. മുസ്ലിം 780 ഹദീസ്. അബീ ഹുറൈറ റളിയല്ലാഹു ആയത്ത് നോക്കാം. ആദ്യമൊന്ന് പാരായണം ചെയ്യും. ഇപ്പോഴൊന്ന് എല്ലാവർക്കും ഒരുമിച്ച് പാരായണം ചെയ്തിട്ട് എൻ്റെ വാക്കത്ത് പറയാം, ശേഷം എൻ്റെ വിശദീകരണം പറയാം, ശേഷം 81, 82, ശേഷം നമുക്ക് ഒന്നുകൂടി അവസാനം പാരായണം ചെയ്ത് നമുക്ക് അവസാനം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. ini pura barang. ولسليمان الريح, yang
പറഞ്ഞതിന് ശേഷം പാരായണം കൂടി എളുപ്പത്തിൽ പറ്റും. ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها. وكنا بكل شيء عالمين. ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. അപ്പോ നമുക്ക് പറയാം, ഓരോ അർത്ഥങ്ങളും പറയാം. വലിസുലൈമാന എന്ന് പറഞ്ഞാല് സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി നൽകി എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ എഴുതുന്നവർക്ക് എഴുതാണ്, ഞാൻ ബോർഡിലൊന്നും എഴുതും. ഞാൻ ഇവിടെ കണ്ടില്ല, മദർസിൽ ഇതൊക്കെയാണ് ഉപയോഗിക്കാറ്. വലി സുലൈമാന എഴുതിയെടുക്കാൻ വേണ്ടിട്ട് ബുക്കൊന്നുമില്ലാതെ പറ്റത്തില്ല. വലി സുലൈമാന കീഴ്പ്പെടുത്തി കൊടുക്കും.
അവിടെ പ്രത്യക്ഷത്തിൽ വലി സുലൈമാൻ എന്ന് പറയുമ്പോൾ സുലൈമാൻ നബിക്ക് നൽകി നമുക്കറിയാം. പക്ഷെ കീഴ്പ്പെടുത്തി കൊടുക്കും എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനത്തെ ഒരു അർത്ഥം കൂടി നമ്മൾ ചേർത്തിട്ടാണ് പറയണം. അപ്പോ വലി സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി നൽകി എന്താ തന്നെ എഴുതിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സുലൈമാൻ നബിക്ക് നാം കീഴ്പ്പെടുത്തി നൽകി എന്നാണ് അർത്ഥം വരുന്നത്. എന്തിനാ കീഴ്പ്പെടുത്തി നൽകി? الريح 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 ريح ريح تفسير നോക്കാതെ പറഞ്ഞ خير الريح الريح എന്ന് പറയുമ്പോൾ കാറ്റില്ലേ الريح എന്ന് പറഞ്ഞാൽ കാറ്റ് الريح الريح കാറ്റ് എന്ത് കാറ്റാണ്? ആസിഫത്ത് ശക്തിയായ ശക്തമായ ആസിഫത്ത് ശക്തിയായി വീശുന്ന ശക്തിയായ കാറ്റ്. സുലൈമാൻ നബിക്ക് ശക്തിയായ കാറ്റ് നമുക്ക് അത്ര അർത്ഥം കിട്ടില്ലേ? സുലൈമാൻ നബിക്ക് ശക്തിയായ കാറ്റിനെ കീഴ്പ്പെടുത്തി നൽകി. എങ്ങനെ കീഴ്പ്പെടുത്തി നൽകി എന്നാണ് പറയുന്നത്? തജ്രി തജ്രി എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തിയതിന്റെ വാക്ക് മനസ്സിലായില്ലേ? ആസിഫത്തനാണ് റീഹ കാറ്റ്. ക്ലിയർ ആണല്ലോ? ആസിഫത്തൻ ശക്തമായ അല്ലെങ്കിൽ ശക്തിയായി അടിക്കുന്ന അടിച്ചു വീശുന്ന കാറ്റ് എന്നൊക്കെ അടിച്ചു വീശുന്ന എന്നൊക്കെ പറയാം. അപ്പോ ശക്തിയായ എങ്ങനെയാണത് കീഴ്പ്പെടുത്തി നൽകിയതെന്നാണ് ഇനി പറയുന്നത്. തജ്രി അത് സഞ്ചരിച്ചിരുന്നു. അത് സഞ്ചരിച്ചിരുന്നു. തജ്രി തജ്രി അത് സഞ്ചരിച്ചിരുന്നു. തജ്രി അത് സഞ്ചരിച്ചിരുന്നു. കഴിഞ്ഞു പോയൊരു സംഭവമാണ്. തജ്രി അത് സഞ്ചരിച്ചിരുന്നു. ജറ എന്ന് പറഞ്ഞാൽ നടന്നു എന്നർത്ഥം. ജറ ജറ എന്ന് പറഞ്ഞാൽ നടന്നു. തജ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് എഴുതിയെടുത്താൽ മതി. തജ്രി എന്നുള്ളത് മാത്രം അതിന്റെ അർത്ഥം മാത്രം എഴുതിയെടുത്താൽ ഞാൻ എന്റെ ഇത് പറഞ്ഞു മാത്രം. അപ്പോ തജ്രി നടന്നു എന്ന് പറയാം, സഞ്ചരിച്ചു എന്ന് പറയാം. ഇവിടെ അർത്ഥം ഉദ്ദേശിക്കുന്നത് സഞ്ചരിച്ചിരുന്നു. എങ്ങനെ സഞ്ചരിച്ചിരുന്നു? ബി അംരിഹി. അംറ് പറഞ്ഞ എന്താ? ബി അംരിഹി അദ്ദേഹത്തിന്റെ കൽപ്പന കൊണ്ട്. അദ്ദേഹത്തിന്റെ കൽപ്പന കൊണ്ട്. അപ്പൊ ബി അംരിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം. ബി അംരിഹി അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം. ബി അംരിഹി അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം എവിടേക്ക് സഞ്ചരിച്ചു? ഇനി അതാണ് ക്വസ്റ്റ്യൻ. വലി സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ കാറ്റിനെ. എങ്ങനത്തെ കാറ്റാണ്? ആസിഫത്ത് ശക്തിയായ കാറ്റ്. ശക്തിയായ കാറ്റിനെ സുലൈമാൻ നബിക്ക് എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തി നൽകി. എന്തിനെ കീഴ്പ്പെടുത്തി നൽകി? തജ്രി സഞ്ചരിക്കുന്നു. ബി അംരിഹി അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം അത് സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്നു. ഇത്ര നമുക്ക് മനസ്സിലായി. വലി സുലൈമാന الريح عاصفة تجري بأمره അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്ന കാറ്റിനെ നാം കീഴ്പ്പെടുത്തി നൽകി. എവിടേക്ക്? ഇലൽ അർദ്. ഇലൽ അർദ് എന്താണ്? ഇലൽ അർദ് എന്താ? അപ്പം ഇലയിലേക്ക്, അർദ് ഭൂമി, ഭൂമിയിലേക്ക്. ഇലൽ അർദ് ഭൂമിയിലേക്ക്. എങ്ങനത്തെ ഭൂമിയാണ്? ബാറക്നാ ഫീഹ. ബാറക്നാ ഫീഹ എന്ന് പറഞ്ഞാൽ അനുഗ്രഹമുള്ള ഭൂമി അല്ലേ? അപ്പൊ ഒരു ഏതെങ്കിലും ഒരു ഭൂമിയിലേക്കല്ല പോയത്. അനുഗ്രഹം നിറഞ്ഞ അദ്ദേഹത്തിന്റെ കൽപ്രകാരം അള്ളാഹു ഗുണാഭിവൃദ്ധിയുള്ള ഒരു ഭൂമിയിലേക്കാണ് പറഞ്ഞത്. ഗുണാഭിവൃദ്ധിയുള്ള ഒരു ഭൂമി എന്ന് ഖുർആൻ പറഞ്ഞ സ്ഥലം എവിടെയായിരിക്കും? ഷാമിലെ ഫലസ്തീൻ. അവിടെ അമാനുവൽ തഫ്സീർ അത് വിശദീകരിക്കുന്നത് ജെറുസലേം എന്നും ഷാമും എന്നാണ് പറയുന്നത്. ഫലസ്തീൻ അവിടേക്കാണ് എന്ത് ചെയ്തത്?
സഞ്ചരിച്ചിരുന്നത്. സുലൈമാൻ നബിയുടെ ഒരു അദ്ദേഹത്തിന്റെ രാജാധിപത്യത്തിലുള്ള ഒരു സ്ഥലം എവിടെയായിരുന്നു? ഫലസ്തീനിലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സുലൈമാൻ നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ എന്താണ് എന്തെങ്കിലും ചോദിച്ചോ? അപ്പോ അല്ലത്തി ബാറക്നാ ഫീഹ ഗുണാഭിവൃദ്ധിയുള്ള ഭൂമിയിലേക്ക് പറഞ്ഞു. വകുന്ന വകുന്ന നാം ആകുന്നു. വകുന്ന നാം ആകുന്നു. എന്തിനെ? ബികുല്ലി ഷൈഇൻ എല്ലാത്തിനെയും പറ്റി ആലിമീൻ അറിയുന്നവൻ. പിന്നെ വകുന്ന നാം ആകുന്നു എഴുതണം. അവിടെ വകുന്ന എഴുതണം. അത് എളുപ്പമുള്ള വാക്കുകൾ എഴുതാം. വേണമെങ്കിൽ ആലിമിനെ എഴുതാം. അല്ല, ബികുല്ലി ഷൈഇൻ ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യവും ഒരു കാര്യം ഒഴികെ അല്ലെങ്കിൽ എല്ലാ കാര്യവും ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. അവിടെ അതിന് ഫുള്ള് പെട്ടിട്ടുണ്ട്. ബികുല്ലി ഷൈഇൻ എല്ലാ ആലിമീൻ അറിവുള്ളവർ അല്ലെ? അറിയുന്നവൻ ആലിമീൻ. അറിവുള്ള എല്ലാത്തിനെയും പറ്റി അറിവുള്ളവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ നാം ആകുന്നു എല്ലാത്തിനെയും പറ്റി അറിവുള്ളവൻ, അറിയുന്നവൻ എന്ന് അറിയുന്നവർ എന്ന് അല്ലാഹു പറയും. വലി സുലൈമാന നബിക്ക് എന്തിനെ കീഴ്പ്പെടുത്തണത്? അർരീഹ കാറ്റിനെ. എങ്ങനത്തെ കാറ്റ്? ആസിഫത്തൻ ശക്തമായ തജ്രി. അതെന്ത് ചെയ്യുന്നു? എങ്ങനെ സഞ്ചരിക്കുന്നു? ബി അംരിഹി അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം. അവിടെ അദ്ദേഹം എന്ന് ഉദ്ദേശിച്ചൊരു വാക്യത ബി അംരിഹി സുലൈമാൻ നബിയുടെ കൽപ്പന പ്രകാരം ആ കാറ്റ് സുലൈമാൻ നബിയെ കൊണ്ട് എന്ത് ചെയ്തിരുന്നു? സഞ്ചരിച്ചിരുന്നു എന്നാണ് ആയത്തിന്റെ വിശദീകരണം. നമുക്ക് അതിലേക്ക് വരാം. ഇലൽ അർദി എവിടേക്ക്? ഭൂമിയിലേക്ക്. എങ്ങനത്തെ ഭൂമി? അല്ലത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള എന്ന് ചോദിക്കാനാണ്. അല്ലത്തി എങ്ങനത്തെ ഭൂമി? ബാറക്നാ ഫീഹ. അവിടെ ആ ഫീഹ എവിടേക്കാണ്? അള്ളാഹുലേക്കാണ്. അള്ളാഹു അനുഗ്രഹിച്ച അല്ലെങ്കിൽ ഗുണാഭിവൃദ്ധി നൽകിയ ഭൂമിയിലേക്കാണ്. ഇലൽ അർദില്ലത്തി ബാറക്നാ ഫീഹ. ഇലൽ അർദി ഭൂമിയിലേക്ക്. എങ്ങനത്തെ ഭൂമി? ബാറക്നാ ഫീഹ നാം അനുഗ്രഹം നൽകി. എവിടെ? ഫീഹ അതിൽ ഭൂമിയിൽ. ആ ഭൂമിയിൽ ഫീഹ അതിൽ ഭൂമിയിൽ. ബാറക്നാ ഫീഹ അതിൽ ആ ഭൂമിയിൽ എന്ത് ചെയ്തു? അനുഗ്രഹം. നാം അനുഗ്രഹിച്ച ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്നു. വകുന്നാ ബികുല്ലി ഷൈഇൻ ആലിമീൻ നാം ആകുന്ന എല്ലാ കാര്യത്തിനെ പറ്റിയും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നൽകിയ രണ്ട് അനുഗ്രഹങ്ങളിൽ ഒന്നിനെയാണ് പറഞ്ഞത്. ആദ്യത്തെ ആയത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കൊടുത്ത പ്രത്യേകതകളെ അനുഗ്രഹങ്ങളെയാണ് ഈ രണ്ടായത്തിൽ വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അനുഗ്രഹമാണ് എന്തെന്ന്? ഒരു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നതാണ്. എങ്ങനെ? വിദൂര ദേശങ്ങളിലേക്ക് കാറ്റിനെ ഉപയോഗിച്ച് സഞ്ചരിക്കാനുള്ള പ്രത്യേകമായ കഴിവ് അദ്ദേഹത്തിന് അള്ളാഹു നൽകി എന്നാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, ചിന്തിക്കണം. ചില ഇമാം റാസി റഹ്മത്തുള്ളാഹി പോലുള്ള ആളുകൾ അത് വിശദീകരിക്കുന്നത് കാണാം. ചില ആളുകൾ അള്ളാഹുവിന്റെ ആയത്തുള്ള സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിക്കും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് പറയും ഇത് ആ ബുദ്ധിക്ക് ചേരില്ലല്ലോ. സുലൈമാൻ നബി കാറ്റിനെ കൊണ്ട് സുലൈമാൻ നബിയെ കൊണ്ട് കാറ്റ് സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ ബുദ്ധിക്ക് ചേർന്ന ചിന്തിച്ചു കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ വിശദീകരിക്കുന്നത് കുതിര കാറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന കുതിരയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫറാശയുണ്ട്, ഒരു വിരിപ്പുണ്ടായിരുന്നു. ആ വിരിപ്പിൽ സുലൈമാൻ നബിയും ആളുകൾ കയറുന്നത് വേഗത്തിൽ സഞ്ചരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതൊക്കെ തെറ്റാണ് എന്നാണ് മഹാനായ മാനി മൗലവി റഹ്മത്തുള്ളാഹി അടക്കമുള്ള ആളുകൾ. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ അല്ലാഹു റസൂൽ എന്താണോ പറഞ്ഞത് അവിടെ ബുദ്ധിക്ക് എന്തില്ല, സ്ഥാനമില്ല. ബുദ്ധി കൊടുത്ത് ചിന്തിക്കല്ല വേണ്ടത് എന്നാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ആ വിശദീകരണത്തിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് പോകാം. എന്താണ്
പിശാചുകളിൽ നിന്ന്, അല്ലെ? പിശാചുകളിൽ നിന്നും, പിശാചുകളിൽ നിന്നും കീഴ്പ്പെടുത്തി. പിശാചുകളിൽ നിന്നും എന്തിനെ? പിശാചുകളിൽ നിന്നും എങ്ങനെയുള്ള ആളുകളെയാണ് കീഴ്പ്പെടുത്തിയത്? എന്ന് പറഞ്ഞാൽ മുങ്ങുന്നവർ. ശൈത്താനിൽ നിന്ന് മുങ്ങുന്നവരെ ആർക്ക് നൽകി? സുലൈമാൻ നബിക്ക് നൽകിയ കാര്യം പറയാം. ലഹു, അദ്ദേഹത്തിന് വേണ്ടി നൽകി. അദ്ദേഹത്തിന് വേണ്ടി പിശാചുകളിൽ നിന്ന് മുങ്ങുന്നവരെ, കടലിൽ മുങ്ങിയ കഴിവുള്ള ആളുകൾ എന്ത് ചെയ്തു? വയഅമലൂന, പ്രവർത്തിക്കുകയും ചെയ്യുന്ന, പ്രവർത്തിക്കുകയും ചെയ്യുന്ന, യഅമലൂന പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അമലൻ ദൂന ദാലിക്, അതല്ലാത്ത പ്രവൃത്തി, അതല്ലാത്ത പ്രവൃത്തി, അതല്ലാത്ത പ്രവൃത്തി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പിശാചുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി നൽകി. വകുന്നാ ലഹും ഹാഫിളീൻ, വകുന്നാ നാമായിരുന്നു, ലഹും അവരെ, ലഹും അവരെ എന്താക്കി? അവരെ സംരക്ഷിച്ചു. ഹാഫിളീൻ സംരക്ഷിച്ചു, അല്ലെ? സംരക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ സൂക്ഷിച്ചു, കാത്തു വരുന്നവർ, സൂക്ഷിച്ചിരുന്നവർ, സൂക്ഷിച്ചു വരുന്നവർ എന്നർത്ഥം. പിശാചുക്കളിൽ നിന്ന് മുങ്ങുന്ന ആളുകളെ, ലഹു മുങ്ങുന്ന ആളുകളെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി നൽകി. വയഅമലൂന അമലൻ ദൂന ദാലിക്, അവർ പ്രവർത്തിക്കുന്നത്, അല്ലെ? വയഅമലൂന അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അമലൻ ദൂന ദാലിക്, അതല്ലാത്ത പ്രവൃത്തിയും. വകുന്നാ ലഹും ഹാഫിളീൻ, നാം അവരെ കാത്തു സൂക്ഷിച്ചു വരുന്നവർ. അപ്പോ രണ്ടാമത്തെ കാര്യം ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? സുലൈമാൻ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബിക്ക് എന്ത് ചെയ്യാൻ? സഞ്ചരിക്കാൻ വേണ്ടി. സുലൈമാൻ നബിക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് നൽകിയത് എന്താണ്? രണ്ടാമത്തെ വ്യത്യസ്തമായ ജോലികൾ, അതല്ലാത്തതും കുറെ കാര്യങ്ങൾ ജോലി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പിശാചുക്കളെ അല്ലാഹു എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തി നൽകി. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അടക്കം പല ജോലികളും അവർ ചെയ്തിരുന്നത് കാണാൻ വേണ്ടി പറ്റും. ചരിത്രങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും. സുലൈമാൻ നബിക്ക് വേണ്ടി പിശാചുക്കൾ കടലിന്റെ അഴകിൽ പോയി മുത്തുകൾ പഴയങ്ങൾ പറക്കിക്കൊണ്ട് വരിക, അതുപോലെയുള്ള സുലൈമാൻ നബിക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി നൽകി. പിശാചുക്കളെ എന്നാണ് ഈ ആയത്തിന്റെ അതിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാം. സൂറത്തു സബയിൽ അതിലെ 16-ാമത്തെ ആയത്തിൽ ഈ ആയത്തിനെ തഫ്സീർ മൗലവി റഹ്മത്തുള്ളാഹി അതിനെ വിശദീകരിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു സുലൈമാൻ നബിക്ക് ആ ഒരു പ്രത്യേകം നൽകിയത് അതെങ്ങനെയായിരുന്നു എന്ന് മറ്റൊരു ആയത്തിൽ വിശദീകരിക്കുന്നു. നമുക്ക് വായിക്കാം. വലിസുലൈമാന الريح عدوها شهر ورواحها شهر. എന്തെയ്തു? സുലൈമാൻ നബിക്ക് കാറ്റിനെ നാം അധീനപ്പെടുത്തി കൊടുത്തു. അതിന്റെ പ്രഭാത സഞ്ചാരം 1 മാസത്തെ ദൂരം. സുലൈമാൻ നബി പ്രഭാതത്തിൽ പോയി 1 മാസം സഞ്ചരിക്കേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യും? ഒറ്റ പ്രഭാതം കൊണ്ട് പോയി വരും. അതുപോലെ തന്നെ അതിന്റെ സായാഹ്ന സഞ്ചാരവും 1 മാസത്തെ ദൂരമാകുന്നു. അതിന്റെ സായാഹ്ന സഞ്ചാരവും 1 മാസത്തെ ദൂരമാകുന്നു. അദ്ദേഹത്തിന് നാം ചെമ്പിന്റെ ഒരു ഉറവ ഒഴുക്കി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന്റെ മുമ്പാകെ ജിന്നുകൾ ചിലർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും നമ്മുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന പക്ഷം അവന് നാം ജ്വലിക്കുന്ന നരകശിക്ഷ ആസ്വദിപ്പിക്കുന്നതാണ് എന്ന് സൂറത്ത് സബയിന്റെ 16-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കഴിവാണ് സുലൈമാൻ നബിക്ക് പിശാചിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ, ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ, കാറ്റിൽ സഞ്ചരിക്കാൻ. ഇതൊരു മുഅ്ജിസത്താണ്. ഇതൊരു മുഅ്ജിസത്താണ്. അല്ലാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന ഒരു കഴിവാണ്, പ്രത്യേക കഴിവുകളാണ് മുഅ്ജിസത്ത്. ഈ വിഷയത്തിലാണ് പല ആളുകളും അഹ്ലു സുന്നത്തിന്റെ വിഷയത്തിൽ പോകുന്നത്. ഈ ഒരു വിഷയം ഇപ്പൊ എങ്ങനെയായിരുന്നു സഞ്ചരിച്ചിരുന്നു എന്നതിനെ പറ്റി
ആലോചിക്കാൻ, ഒരാളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു എവിടെയും എത്തിപ്പെടില്ല. ആ ബുദ്ധി കൊണ്ട് ആയത്തിനെ നമ്മൾ വ്യാഖ്യാനിക്കാനും പാടില്ല. അള്ളാഹു അപ്രകാരം ചെയ്തിരുന്നു പറഞ്ഞാൽ അങ്ങനെ നമ്മളോട് നിൽക്കണം. അല്ലെ, റസൂലിന്റെ ഹദീസും ഇവിടെ നമുക്ക് പഠിക്കുന്ന ഒന്നാമത്തെ ഒരു പാഠം അതാണ്. അള്ളാഹു എന്താണ് നമ്മളോട് പറയുന്നത് അത് അവിടെ നമ്മളവിടെ സ്റ്റോപ്പ് ആക്കണം, നമ്മൾ നിൽക്കണം. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ അത് അങ്ങനെ തന്നെ ആയിരുന്നു. അല്ലെ, പ്രവാചകൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ തന്നെ. പല ആളുകളും അഹ്ലുസുന്നത്തിന്റെ അതിർവരമ്പിൽ നിന്ന് തെറ്റിപ്പോകാണ്ടായ കാരണം എന്താണ്? ആയത്തുകൾ ചില ആളുകൾ അംഗീകരിക്കും, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ പ്രവാചകൻ കൊണ്ടുവന്ന ഹദീസുകൾ എന്ത് ചെയ്യും? അള്ളിക്കളെ ബുദ്ധിക്ക് ചേരാത്ത ഹദീസാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ചിന്തിക്കാൻ വേണ്ടി പറ്റുകയില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മൾ അള്ളയും റസൂലും എന്താണോ പറഞ്ഞത് അവിടെ നിൽക്കലാണ്. അപ്പൊ ഇവിടെ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ചെയ്തു കൊടുക്കുന്ന കഴിവുകൾ, അമാനുഷികമായ അനുഗ്രഹങ്ങൾ അവിടെ പ്രവാചകത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്നതാണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ച് മുഅ്ജിസത്ത് എന്നാൽ അള്ളാഹു പ്രവാചകന്മാർക്ക് കൊടുത്ത കഴിവാണെന്നോ, കറാമത്ത് എന്നാൽ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത കഴിവാണെന്നോ, വലികൾക്ക് കൊടുത്ത കഴിവാണെന്നൊക്കെ ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്, മരിച്ചുപോയ ആളുകളോട് ഈ കഴിവ് അയാൾക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ്, കറാമത്ത് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം പല ആളുകളും കാണാം. സത്യത്തിൽ പ്രമാണങ്ങളിൽ നിന്നും മുഅ്ജിസത്തും എന്താണെന്നും കറാമത്ത് എന്താണെന്നൊക്കെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ട കാര്യം അല്ലേ. കറാമത്ത് ആർക്കാണ് അള്ളാഹു നൽകുക? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു നൽകും. 2 സ്വഹാബിമാർക്ക് അള്ളാഹു വെളിച്ചം നൽകിയ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 നക്ഷത്രങ്ങൾ കൊണ്ട് വെളിച്ചം നൽകി. അത് അള്ളാഹ് ആ ഒരു വെളിച്ചം നൽകി എന്ന് പറഞ്ഞ് ആ സ്വഹാബാക്കളെ വെച്ച് മറ്റു സ്വഹാബാക്കൾ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ കണ്ടിട്ടില്ല. ഈ കറാമത്ത് ഉണ്ട് എന്നുകൊണ്ട് തങ്ങളെ കാക്കണേ, ഇന്ന കറാമത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ, ഇന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് സുദീർഘമായി പോണില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. അത് എപ്രകാരമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് അറിയാം, അള്ളാഹുവിന് മാത്രമാണ് അത് അറിയണം. അപ്പൊ അതിനെ വെച്ചിട്ട് നമുക്കൊരു കറാമത്താണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ മുഅ്ജിസത്ത്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നുബുവത്തും റിസാലത്തും അഥവാ പ്രവാചകത്വവും ദിവ്യ ദൗത്യവും സ്ഥാപിക്കുന്നതിനും അത് ബലപ്പെടുത്തുന്നതിനും വേണ്ടി അള്ളാഹു അവരുടെ കൈകൾക്ക് ചില അമാനുഷിക ദൃഷ്ടാന്തങ്ങളും അസാധാരണ സംഭവങ്ങൾ നൽകിയിട്ടുണ്ട്. അതാണ് മുഅ്ജിസത്ത്. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി അള്ളാഹു അദ്ദേഹത്തിന് നൽകിയൊരു മുഅ്ജിസത്താണ്. അതുപോലെ തന്നെ സ്വാലിഹ് നബിയുടെ ഒട്ടകം, സ്വാലിഹ് നബി പ്രവാചകനാണെന്ന് വാദിക്കുമ്പോൾ പ്രവാചകനിൽ നിന്ന് അംഗീകരിച്ചില്ല ആളുകൾ. എങ്കിൽ സ്വാലിഹ് നീ ആ ഒട്ടകത്തിനെ ഒരു ഒട്ടകത്തിതാ ഇവിടെ നിന്ന് കൊണ്ടുപോവാ, ഒട്ടകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് പ്രവാചകത്വം അതുപോലെ തന്നെ ദിവ്യദൗത്യം സ്ഥാപിക്കാനും അത് ബലപ്പെടുത്താനും വേണ്ടി നൽകുന്നതാണ് എന്ത് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാറാവ്യാധികൾ സുഖപ്പെടുത്തുകയും മണ്ണുകൊണ്ട് പക്ഷികളെ ഉണ്ടാക്കി ഊതിപ്പറപ്പിക്കുകയും തുടങ്ങി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്തുകൾ ഇതൊക്കെ കൈക്ക് വെളിപ്പെട്ടതായിരുന്നു. ഇതെല്ലാം അള്ളാഹു പ്രകടിപ്പിക്കുന്ന അമാനുഷികവും അസാധാരണവുമായ ഇത്തരം സംഭവങ്ങൾക്കാണ് നമ്മൾ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ, എന്നാൽ ആ ഒരു വിഷയത്തിൽ പ്രവാചകന്മാർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? പ്രവാചകന്മാർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിട്ട് ചെയ്യുന്നതാണോ? അള്ളാഹു അത് അപ്രകാരം തന്നെ വിശദീകരിക്കുന്നു. സൂറത്ത് ത്വാഹയിൽ കഴിഞ്ഞ സിലബസ് അതായിരുന്നു, നമ്മളത് പഠിച്ചിരുന്ന ആ ഒരു ചരിത്രം പഠിച്ചിരുന്നത് മനസ്സിലാക്കുന്നു. അപ്പൊ അതിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില കാരണങ്ങളാൽ തന്റെ സ്വന്തം രാജ്യമായ ഈജിപ്തിൽ നിന്ന് മദിയൻ എന്ന പ്രദേശത്തേക്ക് കുറെ കാലം അഭയാർത്ഥിയായി കഴിയുകയും കഴിഞ്ഞുകൂടിയ ശേഷം കുടുംബസമേതം അദ്ദേഹം ഈജിപ്തിലേക്ക് മടങ്ങിപ്പോരുന്ന അവസരത്തിൽ സീനാ താഴ്വരയിൽ ഒരു തീ കാണുകയും അവിടെ വരികയും ചെയ്യുന്ന സന്ദർഭം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഈ ചരിത്രം നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹത്തിന് പ്രവാചകത്വവും ദിവ്യ സന്ദേശവും ലഭിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലുണ്ടായിരുന്ന വടിയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് മൂസാ നബിയോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഖാല ഹിയ അസായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബ് ഉഖ്റാ. അദ്ദേഹത്തോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു ഇത് എന്റെ വടിയാകുന്നു, ഞാൻ ഇതിന്മേൽ ഊന്നി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതിന്മേൽ ഞാൻ ഊന്നി നിൽക്കുന്നു, അല്ലെങ്കിൽ
എന്റെ ആടുകൾക്ക് ഞാൻ ഈ വടി കൊണ്ട് തട്ടി കുറച്ച് ഇല ഇട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മാരിബു ഉഖറ, ഇതല്ലാത്ത വേറെ കാര്യങ്ങളും എന്റെ ഈ വടി കൊണ്ട് ഉപകാരമുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ വടി മൂസ നീ താഴെ ഇട്, ഈ വടി നീ താഴെ ഇടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയും എന്നിട്ട് ശേഷം വിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഫഅൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ ഖാല ഖുദ്ഹാ വലാ തഖഫ് സുൻഈദുഹാ സീറതഹൽ ഊലാ. അദ്ദേഹം അത് താഴെ ഇട്ടു. അപ്പോഴതാ അതൊരു പാമ്പായി ഓടുന്നു. അവൻ പറഞ്ഞു, അതിനെ പിടിച്ചുകൊള്ളുക, പേടിക്കണ്ട, അത് നാം അതിനെ ആദ്യ സ്ഥിതിയിലേക്ക് തന്നെ മടക്കുന്നതെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു മൂസാ നബിയോട് പറയുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അവിടെ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വഴിയെ താഴെയിടാൻ വേണ്ടി പറയപ്പെടുന്നു. അതങ്ങനെ സർപ്പം എന്നോണം ആയിത്തീരുന്നു. അത് ചലിക്കുന്നത് കണ്ട് അദ്ദേഹം പേടിച്ചു മാറുന്നു. അള്ളാഹു പേടിക്കണ്ട എന്ന് പറയുന്നു. ഇന്നില്ല യഖാഫു ലദയ്യ മുർസലൂൻ, അദ്ദേഹം പേടിക്കേണ്ട ആവശ്യമില്ല, ദൂതന്മാർ എന്റെ അടുക്കൽ പേടിക്കേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഉറപ്പ് നൽകുന്നു. ഇത് മൂസാ നബിക്ക് അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അല്ലാഹു നൽകിയ ഒരു മുഅ്ജിസത്താണ്. തന്റെ കയ്യിലുള്ള വടി അത് പാമ്പായി മാറുന്നു. അദ്ദേഹം ആടിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വടി അത് പാമ്പായി മാറുന്നു. അപ്പൊ അതിങ്ങനെ പാമ്പായി മാറുന്ന സമയത്ത് ഇത് മൂസാ നബിയുടെ കഴിവുകൊണ്ടുണ്ടായതാണോ? മൂസാ നബിയുടെ കഴിവുകൊണ്ടുണ്ടായതാണോ? അത് കണ്ട സമയത്ത് മൂസാ നബി പേടിച്ചു മാറുകയാണ് ചെയ്തത്. സ്വന്തം കഴിവുകൊണ്ട് നടക്കുന്ന ഒരു സാധനം ഒരാൾ അത് ചെയ്യും. ഇപ്പൊ ഈ എന്റെ കയ്യിലുള്ള ഈ മാർക്കർ കൊണ്ട് ഞാനിത് ഇവിടെ അടിക്കുമ്പോൾ ഇത് എവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം കൊണ്ട് ഞാൻ പേടിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വടി അള്ളാഹു പറയണത് താഴെ ഇട്ടപ്പോൾ അത് പാമ്പാവും. ഇത് കണ്ടപ്പോൾ മൂസാ നബി പേടിച്ചു. അത് മൂസാ നബിയുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല എന്നാണ് അവർ പറയുന്നത്. അത് മൂസാ നബിയുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കാര്യമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സംഭവം അവിടുന്ന് വ്യക്തമാക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതിൽ കവിഞ്ഞ പ്രവാചകന്മാർക്ക് അതിന്റെ യാഥാർത്ഥ്യമോ പരിണാമോ അറിയുകയില്ല എന്നാണ് ഈ സംഭവം എന്ത് ചെയ്യുന്നത് വ്യക്തമാക്കുന്നത് നമ്മൾ കാണാം. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത്, ആ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയത്. ലോക ജനതയെ വെല്ലുവിളിച്ചുകൊണ്ട് അത് കാലചക്രത്തോടൊപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രാഈൽ 88-ാമത്തെ ആയത്തിൽ പറയുന്നത് നമുക്ക് കാണാം. ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅതൂന ബിമിസ്ലിഹി. അല്ലാഹു പറഞ്ഞെന്താണ്, ഈ ഖുർആനെ പോലെ ഒന്ന് കൊണ്ടുവരുന്നതിനായി മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചു ചേർന്നാലും തീർച്ചയായും അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയില്ല. അവരിൽ ചിലർക്ക് പിന്തുണ നൽകിയാൽ പോലും അത് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതാര് കൊണ്ടുവന്നതാണ്? അള്ളാഹു കൊണ്ടുവന്നതാണ്. അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, ആ ഖുർആനെ പോലെ അത് അള്ളാഹു അവതരിപ്പിച്ചതാണ്, അള്ളാഹുവിന്റെ വാക്കുകളാണ്. അത് പ്രവാചകൻ അള്ളാഹു നൽകിയ മുഅ്ജിസത്താണ്. അതുപോലത്തെ ഒന്ന് ഒരാൾക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനുഷ്യർക്ക് വിശ്വസിക്കാൻ വേണ്ടുന്ന ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു നബിയും ഇല്ല തന്നെ. എന്നാൽ എനിക്ക് നൽകപ്പെട്ടിരുന്നത് അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള വഹിയാകുന്നു, അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ ഞാൻ അവരെക്കാൾ പിൻഗാമികൾ ഉള്ളവനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റ് പ്രവാചകന്മാർക്ക് ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു പ്രവാചകന്മാരുടെ പ്രകടമാക്കിയ മുഅ്ജിസത്തുകൾ അവരുടെ കാലത്തിന് ശേഷം തെളിവില്ല. മൂസാ നബിയുടെ കൈ അദ്ദേഹത്തോടൊപ്പം ഖബറിൽ പൂകി, വടി അദ്ദേഹത്തോടൊപ്പം നിശബ്ദമായി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തുകൾ അങ്ങനെ തന്നെയായി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മുഅ്ജിസത്തോ ഇന്നും നിലനിൽക്കുന്നു. അത് ഇന്നും നിലനിൽക്കുന്നു. അത് ഇന്നും ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. പല ശാസ്ത്രങ്ങളും പല നിയമങ്ങളും കണ്ടുപിടിക്കുമ്പോൾ ശാസ്ത്രം ഇന്ന് കണ്ടെത്തുമ്പോഴും അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഓരോ ഉദാഹരണങ്ങൾ വെച്ച് പരിശോധിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അല്ലേ, ഇപ്പോൾ ഈ അടുത്ത് ഒരു ശാസ്ത്രം കണ്ടെത്തിയ ഒരു കണ്ടെത്തലുണ്ട്. എനിക്ക് എൻ്റെ ആ പേര് ഞാൻ ഓർമ്മയിൽ അറിയില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു മനുഷ്യൻ മരണപ്പെടുന്നതിന് മുമ്പ് 30 സെക്കൻഡ് സംസാരിക്കുന്ന 30 സെക്കൻഡ് സംസാരിക്കുന്ന, ഈ ലോകത്തുള്ള ആളുകളായിട്ടല്ല, അല്ലാതെ സംസാരിക്കുന്ന ഒരു അല്ലാത്തൊരു ലോകവുമായി മനുഷ്യർ സംസാരിക്കും. മറ്റൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് പിടിക്കാൻ വരുന്നൊരു സംഭവം, ഒരു ആയത്തുണ്ടല്ലോ, ഹത്താ ഇദാ ജാ അഹദഹുൽ മൗത്ത്. അവന്റെ തൊണ്ടക്കുഴിയിൽ റൂഹിനെ പിടിക്കാൻ വരുന്ന സമയത്ത് അവൻ പറയുന്ന ഒരു വർത്തമാനമാണ്. ഇത് ഖുർആൻ പറഞ്ഞെന്താണ്? തൊണ്ടക്കുഴിയിൽ റൂഹിനെ പിടിക്കാൻ വരുന്ന സമയത്ത്, ആ ഒരു സമയത്ത് മരണം ഉൾകുന്ന സമയത്ത് ചില ആളുകൾ സംസാരിക്കുമെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ മനുഷ്യർ പറയും, റബ്ബേ എനിക്കൊരു മടക്കം തരണം,
കല്ലാ ഇന്നഹാ കലിമ. ആ വർത്തമാനം വെറും വർത്തമാനം മാത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ആ മുഅ്ജിസത്തുകൾ അത് ഇന്നും വിശുദ്ധ ഖുർആൻ എന്ന മുഅ്ജിസത്ത് അത് ജയിച്ചയാത്ത തുടരുന്നു. അത് മറ്റു എല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ ഒരാൾക്കും അതുപോലത്തെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയതാണ്. അപ്പോൾ ഈ മുഅ്ജിസത്തുകൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹുവിന്റെ അള്ളാഹു ഉണ്ട് എന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവിടെ നമ്മൾ ഒതുങ്ങണമെന്നും അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നമ്മൾ ഒതുങ്ങിക്കൂടണമെന്നും ഈ ലോകത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നാളെ പാരിത്രികമായ ലോകത്ത് അള്ളാഹു പഠിപ്പിച്ചതേ കൂടെ ഉണ്ടാകൂ എന്ന ബോധമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ ഖുർആൻ പഠിക്കുമ്പോൾ, ഈ ആയത്ത് പഠിക്കുമ്പോൾ, ഇതിന്റെ വിശദീകരണം പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ചരിത്രമായിരുന്നു, ഓരോ പ്രവാചകന്മാരും മുഅ്ജിസത്തുകൾ അവതീർണമായിരുന്നു. അതെല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ധിക്കരിച്ച സമൂഹത്തെ എല്ലാം അള്ളാഹു തലകീഴ്മേൽ മറിച്ചിട്ടുണ്ട്. അള്ളാഹു മുക്കി നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിലുള്ള ശിക്ഷകൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാനും അവിടെ ഒതുങ്ങാനുമാണ് ഇവിടെ തയ്യാറാകേണ്ടതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു തആല അഅലം. ഈ ഒരു ആയത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഷാ പഠനം എന്ന് സൂചിപ്പിക്കുകയാണ്. അതിൽ وَمِنَ الشَّيَاطِينِ مَن يَغُوصُونَ لَهُ وَيَعْمَلُونَ عَمَلًا دُونَ ذَلِكَ. അതിലെ ദാലിക എന്ന പദം അത് അർത്ഥമാക്കുന്നത് എന്താണ്? അത് എന്ന് പറയാൻ, ദാറ്റ് എന്ന് പറയാനാണ് അത് അർത്ഥമാക്കുന്നത്. അത് പുല്ലിംഗമായാൽ ദാലിക എന്നും സ്ത്രീലിംഗമായാൽ തിൽക്ക എന്നുമാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു മുഹമ്മദ് എന്നൊരാൾ, മുഹമ്മദിനെ നമ്മൾ പറയാൻ, അത് മുഹമ്മദ് ആകുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കാം? ദാലിക. അത് ഫാത്തിമയാണ് അതെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാം തിൽക്ക ഫാത്തിമ. ഉമ്മ എന്ന ഉമ്മയെ അത് ഉമ്മയാകുന്നു എന്ന് പറയാൻ വേണ്ടി എന്താ പറയാ? ദാലിക പറയോ തിൽക്ക പറയോ? എന്താ പറയാ? തിൽക്ക ഉമ്മ, അത് ഉമ്മയാകും. ഉമ്മ സ്ത്രീലിംഗല്ലേ. അതേപോലെ തന്നെ ഷജറത്തുൻ, അത് മരമാകുന്നു, അതെന്താ പറയാ? തിൽക്ക ഷജറ. കിതാബ്, പുസ്തകം. അപ്പൊ ഇൻഷാല്ലാഹ് അതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്നുകൂടി നമുക്ക് ആയത്ത് വായിച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَلِسُلَيْمَانَ الرِّيحَ عَاصِفَةً تَجْرِي بِأَمْرِهِ إِلَى الْأَرْضِ الَّتِي بَارَكْنَا فِيهَا وَكُنَّا بِكُلِّ شَيْءٍ عَالِمِينَ. وَلِسُلَيْمَانَ الرِّيحَ عَاصِفَةً تَجْرِي بِأَمْرِهِ إِلَى الْأَرْضِ الَّتِي بَارَكْنَا فِيهَا وَكُنَّا بِكُلِّ شَيْءٍ عَالِمِينَ. وَلِسُلَيْمَانَ الرِّيحَ عَاصِفَةً تَجْرِي بِأَمْرِهِ إِلَى الْأَرْضِ الَّتِي بَارَكْنَا فِيهَا وَكُنَّا بِكُلِّ شَيْءٍ عَالِمِينَ. وَمِنَ الشَّيَاطِينِ مَن يَغُوصُونَ لَهُ وَيَعْمَلُونَ عَمَلًا دُونَ ذَلِكَ وَكُنَّا لَهُمْ حَافِظِينَ. وَمِنَ الشَّيَاطِينِ مَن يَغُوصُونَ لَهُ وَيَعْمَلُونَ عَمَلًا دُونَ ذَلِكَ وَكُنَّا لَهُمْ حَافِظِينَ. وَمِنَ الشَّيَاطِينِ مَن يَغُوصُونَ لَهُ وَيَعْمَلُونَ عَمَلًا دُونَ ذَلِكَ وَكُنَّا لَهُمْ حَافِظِينَ. നമ്മൾ 83 84